നമസ്കാരം 91 ന്യൂസിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിലെ വിഴിഞ്ഞം തുറമുഖം മലയാള ദേശത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായി മാറിക്കഴിഞ്ഞു. ലോക ശ്രദ്ധയെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ ഈ വമ്പൻ പ്രൊജക്റ്റിന് സാധിച്ചിരിക്കുന്നു. പക്ഷേ 2011 വല്ലാർപാടത്ത് വലിയ പ്രതീക്ഷകളോടെ സ്ഥാപിച്ച കണ്ടെയ്നർ ടെർമിനൽ 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ പൂർണ്ണ ശേഷിയിലേക്ക് എത്തിയിട്ടില്ല. പ്രതിവർഷം 10 ലക്ഷം കണ്ടെയ്നർ എന്ന ലക്ഷ്യത്തിൽ നിന്ന് 8.34 ലക്ഷത്തിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തുറന്നിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം കൊച്ചിയുടെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കും എന്നതിൽ സംശയമില്ല. വല്ലാർപാടത്തിൻ്റെ പ്രധാന പോരായ്മ കപ്പൽ ചാലിൻ്റെ ആഴക്കുറവാണ്. ഇപ്പോൾ 14.5 മീറ്റർ മാത്രം ആഴമുള്ളതിനാൽ വലിയ മദർഷിപ്പുകൾക്ക് കൊച്ചിയിൽ അടുക്കാൻ സാധിക്കുന്നില്ല. വലിയ കപ്പലുകൾ പുറം കടലിൽ നങ്കൂരമിട്ട് ചെറിയ കപ്പലുകൾ വഴിയാണ് ചരക്ക് നീക്കം നടത്തുന്നത്. എന്നാൽ വിഴിഞ്ഞത്ത് കപ്പൽ ചാലിന് 20 മീറ്റർ ആഴമുള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC തുർക്കിക്ക് പോലും അവിടെ അടുക്കാനായി സാധിച്ചു. അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിൽ വിഴിഞ്ഞവുമായി മത്സരിക്കുവാൻ ഒരിക്കലും കൊച്ചിക്ക് കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആഴം വർദ്ധിപ്പിച്ചും മറ്റു സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും കൊച്ചി തുറമുഖത്തിന് വിഴിഞ്ഞത്തിനോടൊപ്പം വളരാൻ സാധിക്കും. കൊച്ചി തുറമുഖത്തിലെ ബെർത്തിൻ്റെ നീളം നിലവിൽ 600 മീറ്ററാണ്. ഇത് 900 മീറ്ററായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ പദ്ധതിക്ക് 900 കോടി രൂപയുടെ അധിക ചെലവ് വരും. വിഴിഞ്ഞം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ രാജ്യാന്തര ചരക്ക് കയറ്റുമതിയും ഇറക്കുമതിയും നടത്തുന്ന കൊച്ചിയിലെ ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കൊച്ചി തുറമുഖത്തിൻ്റെ ക്രൂസ് ടൂറിസം സാധ്യതകൾ വളരെ വലുതാണ്. അത്യാധുനിക ക്രൂസ് ടെർമിനൽ ഇവിടെയുണ്ട്. 100 കണക്കിന് വിനോദസഞ്ചാരികളുമായി എത്തുന്ന വലിയ കപ്പലുകൾ കൊച്ചിയിൽ വരുന്നു. കൊച്ചി തുറമുഖത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പ്രധാന മാർഗമായി ഇത് മാറുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനായി സംസ്ഥാന സർക്കാർ കൂടുതൽ ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. കൊച്ചി തുറമുഖത്തോടനുബന്ധിച്ചുള്ള ബങ്കറിംഗ് ടെർമിനലും വലിയ വികസന സാധ്യതയുണ്ട്. കപ്പലുകൾക്ക് ഇന്ധനവും കുടിവെള്ളവും നിറയ്ക്കുന്നതിനായുള്ള സൗകര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും നൽകുന്നത്. കപ്പൽ ഗതാഗതം വർദ്ധിപ്പിച്ചാൽ കൂടുതൽ വരുമാനം നേടുവാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കൊച്ചി തുറമുഖവും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിഴിഞ്ഞവും പരസ്പരം മത്സരിക്കുന്നതിന് പകരം സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഗുണമായി മാറും. 2 തുറമുഖങ്ങളുടെയും സാധ്യതകൾ പരസ്പര പൂരകമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കേരളത്തിന് അത് വലിയ നേട്ടമാവുക തന്നെ ചെയ്യും.